അനേന എന്തായാലും 8 മണിക്ക് ശേഷം ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഡോക്കിംഗ് പ്രക്രിയയിലേക്ക് കടക്കുന്നുള്ളത്. ഡോക്കിംഗ് പ്രക്രിയ കഴിഞ്ഞ് പിന്നെയും സമയമെടുത്താണ് അവിടെ നിന്നും പോകുക. ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ്. പ്രത്യേകിച്ച് മലയാളി ഒറ്റപ്പാലംകാരനായ അനിൽ മേനോനും കൂടെയുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ സാഹസിക യാത്രയുടെ പ്രതീക്ഷകൾ, മറ്റു വിവരങ്ങൾ? 8:17 വിക്ഷേപണം കഴിഞ്ഞ് ഏകദേശം 3 മണിക്കൂർ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡോക്കിങ്ങിലേക്ക് പേടകം എത്തി നിൽക്കുന്നത്. ഇനി അതിലും ഈ ഡോക്കിംഗ് കഴിഞ്ഞതിന് ശേഷവും കുറച്ചധികം സമയം എടുത്തുകൊണ്ടായിരിക്കും ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക ഈ 3 പേർക്കും എന്ന് പറയുന്നത്. അവിടെയാണ് ഈ പ്രക്രിയ ഏറ്റവും കൂടുതൽ നിർണായകമായിരിക്കുന്നത്. ആ ഒരു ചരിത്രം കുറിക്കാനൊക്കെ പോകുന്നത് ആ ഒരു നിമിഷത്തിലായിരിക്കും. അത് ഹാച്ചിങ് എന്ന് പറയുന്ന ഈ പ്രക്രിയയിലായിരിക്കും. ഈ പേടകത്തിന് കവാടങ്ങളൊക്കെ തുറന്ന് 3 പേരും ബഹിരാകാശ നിലയത്തിൽ കാൽ തൊടുന്നൊരു സമയമായിരിക്കും. ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഇനി നിർണായകമായിട്ടുള്ളത്. എന്നാലും വളരെ ഒരു സാങ്കേതിക തകരാറുകളൊന്നുമില്ലാതെ തന്നെ നിശ്ചയിച്ചതുപോലെ തന്നെ കൃത്യസമയത്ത് തന്നെ പേടകം വിക്ഷേപിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അവർക്ക് കൃത്യസമയത്ത് തന്നെ 11:30 എന്നാണ് ഡോക്കിങ്ങിൻ്റെ ഒരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്തോട് അടുത്ത് തന്നെ ഈ ഡോക്കിംഗ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോരോ ഘട്ടങ്ങളായി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതും കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി വരുന്ന മണിക്കൂറുകളാണ് ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ ഏകദേശം ഉറപ്പിച്ചതുപോലെ തന്നെ പുലർച്ചെ 1 മണിയോടെ ആ പ്രക്രിയ നടക്കുന്നു. 1:30 കൂടി ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നത്. എന്തായാലും വലിയൊരു ചരിത്ര നിമിഷം തന്നെയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും. ഒറ്റപ്പാലത്ത് വേരുകളുള്ള US പൗരൻ തന്നെയാണ് അനിൽ മേനോൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇത് ഇന്നോ ഇന്നലെയോ കണ്ട ഒരു സ്വപ്നം അല്ല. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഒരുപക്ഷെ ചെറുപ്രായം മുതലേ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ചെറുപ്രായത്തിൽ തന്നെ ബഹിരാകാശ യാത്രയൊക്കെ സ്വപ്നം കണ്ട ഒരാളാണ് താനെന്ന് അദ്ദേഹം പല ഇടങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനു മുൻപ് തന്നെ ഈ ദൗത്യം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അനിൽ മേനോന്റെ ഏറ്റവും ആവേശകരമായ സാമൂഹ്യ മാധ്യമത്തിലൂടെ അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വർഷങ്ങൾ നീണ്ട ഒരു പരിശ്രമത്തിനൊടുവിൽ തന്നെയാണ് അദ്ദേഹം തൻ്റെ ആദ്യ ബഹിരാകാശ യാത്ര നടത്തുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പങ്കാളിയാണെങ്കിലും ബഹിരാകാശ യാത്ര നടത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അനിൽ മേനോനും ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നതോടുകൂടി ആദ്യമായി ബഹിരാകാശം നടത്തുന്ന ആദ്യ ദമ്പതികൾ എന്നുള്ളൊരു നേട്ടം കൂടി ഇവരുടെ പേരിൽ ആവും എന്നുള്ളതാണ്. എന്തായാലും അനിൽ മേനോനൊപ്പം മറ്റ് റഷ്യൻ സ്വദേശികളായ 2 പേരാണുള്ളത്. അവരുടെ ഈ 3 അംഗ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ റഷ്യൻ സ്വദേശികൾ കൂടിയാണ് അനിൽ മേനോനൊപ്പം പോകുന്നത്. പ്യോത്തർ ഡുബ്രോവ്, അന്ന കിക്കിന എന്നീ 2 പേരാണ് ഈ ദൗത്യ സംഘത്തിലെ മറ്റ് 2 പേരെന്ന് പറയുന്നത്. എന്തായാലും ഈ കസാഖിസ്ഥാനിലെ ബെക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് പേടകം വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. സോയൂസ് 2.1A റോക്കറ്റിലാണ് പേടകം വിക്ഷേപിച്ചിരിക്കുന്നത്. നിലവിൽ അതിൻ്റെ ഡോക്കിംഗ് പ്രക്രിയകളാണ് പുരോഗമിക്കുന്നത്. ലിൻഷ. ശരി, എന്തായാലും റഷ്യയുടെ സോയൂസ് MS-29 പേടകം കുതിച്ചുയർന്നു. അല്പസമയത്തിനകം ഡോക്കിംഗിലേക്ക് കടക്കുകയാണ്. ഈ പേടകത്തിൽ നിന്നും പോകുന്ന 3 ഗവേഷകരുടെ പ്രധാന പഠന വിഷയം എന്ന് പറയുന്നത് മരുന്ന് ഗവേഷണം, സസ്യകൃഷി, ദ്രവങ്ങളും തീയും, ബഹിരാകാശ സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും പ്രധാന നിരീക്ഷണങ്ങൾ ഉണ്ടാകുക. അതുകൂടാതെ ഭൂമി നിരീക്ഷണം, കാലാവസ്ഥ, വനങ്ങൾ തുടങ്ങിയവയും ISS നിന്നും നിരീക്ഷിക്കൽ കൂടിയായിരിക്കും ഇവരുടെ പ്രധാന ചുമതല. Electrical connector mating. First command 5745. കസാഖിസ്ഥാനിൽ നിന്നുമാണ് 3 അംഗ സംഘവുമായ റഷ്യയുടെ സോയൂസ് M-29 പേടകം കുതിച്ചുയർന്നത്. അല്പസമയത്തിനകം പേടകം ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും. മലയാളിയായ അനിൽ മേനോനും സംഘവും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ 8 മാസമാണ് തുടരാൻ പോകുക. മലയാളികളെ സംബന്ധിച്ച് പൂർണ്ണമായും തീർത്തും അഭിമാനിക്കാവുന്ന സമയമാണ്. മലയാളികളുടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പാലത്ത് വേരുള്ള സ്വാതന്ത്ര്യ സമര സേനാനി ചേറ്റൂർ ശങ്കരൻ നായരുടെ പിന്മുറക്കാരൻ കൂടിയാണ് അനിൽ മേനോൻ.
rendezvous from അതാണ് launch at നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ കാര്യം. 29 to the station was conducted uneventfully. All of the systems operated in perfect fashion, autonomous. അനേന ഏകദേശം 8 മാസത്തെ ദൗത്യത്തിൽ നിരവധി രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞരുമായി ചേർന്ന് നിരവധി പരീക്ഷണങ്ങൾ നടത്തും. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പരീക്ഷണവും മരുന്ന് ഗവേഷണവും സസ്യകൃഷിയും ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളാണ്. ചരിത്ര നിമിഷമാണ്. പറയുന്നത് പോലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഭാവിയിലേക്കുള്ള കണ്ടുപിടുത്തങ്ങളും ഒക്കെയായിരിക്കും ഈ ചരിത്ര ദൗത്യത്തിലൂടെ നമുക്ക് മനുഷ്യരാശിക്ക് സമ്മാനിക്കാനാവുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തേക്കും ഇത് ചരിത്ര താളുകളിൽ എഴുതപ്പെടുന്ന, മലയാളി എന്നതിൽ വളരെ അഭിമാനിക്കാവുന്ന സമയം കൂടിയാണല്ലോ ഇത്. തീർച്ചയായും ലിനിഷ, അങ്ങനെ തന്നെയാണ്. കാരണം നിർണായക പരീക്ഷണങ്ങളും അതുപോലെ തന്നെ പഠനങ്ങളുമൊക്കെ നടത്താൻ വേണ്ടിയാണ് ഈ 8 മാസത്തെ ദൗത്യത്തിൽ ഉടനീളം ഈ സംഘം ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ചില പരീക്ഷണങ്ങളൊക്കെ തന്നെയാണ്. അതുമാത്രമല്ല, ഭാവിയിൽ തന്നെ മനുഷ്യനെ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ എത്തിക്കാനുള്ള ഭാവി ദൗത്യങ്ങൾക്കും ഈ യാത്ര നിർണായകമാകും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അത്തരത്തിൽ ആ നിരീക്ഷണങ്ങൾക്ക് സഹായകമാകുന്ന പഠനങ്ങൾ കൂടി നടത്തിയ ശേഷമായിരിക്കും സംഘം മടങ്ങിയെത്തുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതനുസരിച്ച് ഡോക്കിംഗ് പുരോഗമിക്കുകയാണ്, ഡോക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. Next measurement is going to be at